ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് പഠിച്ചു തുടങ്ങിയോ? അതിൻ്റെ സിലബസ് ഒന്ന് വായിച്ചോ? അടുത്ത് വരാൻ പോകുന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുണ്ട്. അതേപോലെ തന്നെ പ്രാഥമിക പരീക്ഷകൾ ചിലത് വരാൻ പോകുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ള സജീവമായ ഒരു പഠനം എല്ലാവരും നടത്തണം. നമ്മുടെ ഈ ക്ലാസ്സുകൾ കുറച്ച് പേര് കാണുന്നുണ്ട്. ആ കാണുന്നവരെല്ലാവരും അഭിപ്രായങ്ങൾ എഴുതുന്നില്ല. എല്ലാവരും മടുത്തോ? എന്താണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും ഞങ്ങൾ ഈ ക്ലാസ് ഇവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ആരെങ്കിലും ഒക്കെ കാണും, അവർ രക്ഷപ്പെടും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇന്ന് ഞങ്ങൾ 3 പേരിവിടെ എത്തിയിട്ടുണ്ട്. സജിൽ പാലോട്, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സജീവമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ് സജിൽ. സൂരജ് ചിറക്കാണി ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചത് കായിക രംഗത്തെ കുറച്ച് ക്ലാസ്സിലൂടെ വന്നിട്ടുണ്ട്. അത് കുറച്ച് പേര് കാണുന്നുണ്ട്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായിട്ടൊന്ന് തീർത്താൽ എന്ത് എന്നൊരു ആലോചന വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഒന്നെടുക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. ഫൈനാൻസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. CAG ഭരണഘടനാ സ്ഥാപനമാണ്. അതേപോലെ തന്നെ UPSC ഭരണഘടനാ സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോ ക്ലാസ്സായിട്ടൊന്ന് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എടുക്കുമ്പോൾ ആ ഇലക്ഷൻ കമ്മീഷനും അതിനോടനുബന്ധിച്ച ഇലക്ഷൻസും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ്സായിരിക്കും ഇന്നിവിടെ എടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ ചുമതലപ്പെട്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. എല്ലാവർക്കും ഈ ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടത്തുന്നത്. അത് ഏതൊക്കെ ഇലക്ഷൻ നടത്തുന്നത് ഞങ്ങൾ സാവകാശത്തിൽ പറയും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച വർഷവും ദിവസവും സജിലിന് പറയാമോ? എന്നാണ്? 1950 ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അന്ന് സജിൽ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? അന്ന് ഇലക്ഷൻ കമ്മീഷനിൽ ഒരാളായിരുന്നു. അതായത് ഒരു ഇലക്ഷൻ കമ്മീഷണർ, ഏകാംഗ കമ്മീഷണറായിരുന്നു അല്ലേ? ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. സൂരജ്, ഈ ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിലൊരു ആർട്ടിക്കിൾ വേണം, ശരിയല്ലേ? അപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണ്? അതിൽ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഇലക്ഷനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ്. ശരി. അപ്പോൾ അത് ഏത് പാർട്ടിൽ വരും? പാർട്ട് 15 വരും. ഭരണഘടനയിൽ ആകെ എത്ര പാർട്ടുകളുണ്ട്? ആകെ 25 പാർട്ടുകളാണ് നിലവിലുള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 പാർട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിന് നമ്മളൊരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 22+4 -1. ഭരണഘടന വന്നതിന് ശേഷം 4 പാർട്ട് കൂട്ടിച്ചേർത്തു, ഒരെണ്ണം എടുത്തു മാറ്റി. ആ രീതിയിൽ ഓർത്താലും മതി. 5 പാർട്ടുകളുണ്ട്. ആകെ 25 പാർട്ടാണ് ഉള്ളത്. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സൂരജ് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾസ് 324 മുതൽ 329 വരെ എന്നാണ് പറഞ്ഞത്. അതെ സർ. ഇത് ഏത് പാർട്ടിലാണ് വരുന്നത്? പാർട്ട് 15 ഇലക്ഷനെ കുറിച്ച് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 65 വയസ്സാണ്. ശരി, സമ്മതിച്ചു. അപ്പോൾ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് പറഞ്ഞത്? സുകുമാർ സെൻ. രണ്ടാമത്തതോ? KVK സുന്ദരം. ഇപ്പോഴ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തിയുടെ പേരെന്താ? രാജീവ് കുമാർ. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര പേരാ ഉള്ളത്? ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരാണുള്ളത്. ആ 3 പേര് ആരൊക്കെയാണെന്ന് പറയാമോ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ചേർത്തതാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ. അതില് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. അദ്ദേഹം 25ാമത്തെ വ്യക്തിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇനി 2 പേരാണ് കൂടെ ഉള്ളത്. ഒന്നാമത്തെ ആള് ഗ്യാനേഷ് കുമാർ. രണ്ടാമത്തെ ആള് സുഖ്ബീർ സിംഗ് സന്ധു. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ നിയമിക്കുന്നത്. 3 കമ്മീഷണേഴ്സാണുള്ളത്.
അതിലൊരാളാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, നിയമിക്കുന്ന പ്രസിഡന്റ് തന്നെയാണ്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എങ്ങനെയാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ മാറ്റുന്നത് അതേ പ്രക്രിയയിലൂടെയാണ് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടല്ലോ. അതെ. ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ മാറ്റുന്നത് എങ്ങനെയാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ 3 പേരുള്ള സമിതിയിൽ ഒരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയായിരിക്കും? മെജോറിറ്റി ഡിസിഷൻ ആയിരിക്കും. അതായത് 3 പേരുണ്ടെങ്കിൽ 2 പേരുടെ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു കാര്യം പറഞ്ഞു, അതിനോട് മറ്റ് 2 പേര് യോജിച്ചില്ല എന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് നിരസിക്കപ്പെടും. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ 2 പേര് പറയുന്നതിന് മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. ശരിയല്ലേ? ശരി. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞൊരു സ്വതന്ത്ര ബോഡിയാണ്, പെർമനന്റ് ബോഡിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ: 1, ഇലക്ഷൻ നടത്തുക. കേന്ദ്ര തലത്തിൽ നടക്കുന്ന ഇലക്ഷൻസ്, അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, പിന്നെ ലോക്സഭാ ഇലക്ഷൻ, രാജ്യസഭാ ഇലക്ഷൻ, സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ. അതായത് 6 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. ആ 6 ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത് ഒന്നാമത്തെ അവരുടെ കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞ ഈ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. രണ്ടാമത്തെ ഒന്നാണ് ഇലക്ഷന്റെ സിംബലുകൾ അനുവദിക്കുക, ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ഇലക്ഷൻ കമ്മീഷനാണ്. ദേശീയ പാർട്ടി അംഗീകാരം എല്ലാം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കോസി ജുഡീഷ്യൽ അധികാരവും കൂടി ഇലക്ഷൻ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് ശുപാർശകൾ നൽകാം. അതുകൊണ്ട് തന്നെ അഡ്വൈസറി ബോഡി കൂടെയാണ്. അഡ്വൈസറി ബോഡിയുമാണ്, കോസി ജുഡീഷ്യലുമാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അത് ചോദിക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ കേന്ദ്രഭരണ പ്രദേശത്തുള്ള 3 നിയമസഭാ ഇലക്ഷൻ നടത്തുന്ന ആര് തന്നെയാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ശരി, അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനത്തിലെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്തിലെ കേന്ദ്ര ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്തിലെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് അവരാദ്യം ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ നിയമിക്കും. ഓരോ സ്റ്റേറ്റിലും ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരി, അപ്പൊ ഇപ്പൊ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? പ്രണവ് ജ്യോതിനാഥ്. അതെ, പ്രണവ് ജ്യോതിനാഥ് ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. അദ്ദേഹത്തിന്റെ കീഴിലാണ് സംസ്ഥാനത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരി. അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിച്ച് അതുവഴി സംസ്ഥാനത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കാൻ സാധിക്കും. ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജില്ലാ തലത്തിലുള്ള റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ. എന്നാൽ പോളിംഗ് ബൂത്തിന്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കുന്നത് ആരാണ്? പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനെ നിയമിക്കുന്നത് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും. അതായത് ജില്ലാ കളക്ടർ. സാധാരണ ജില്ലാ കളക്ടറാണ്, ജില്ലാ കളക്ടർ ആയിരിക്കും. ശരിയല്ലേ? അത് ശരിയാണ്. അടുത്തത് 1-2 കൊച്ചു കാര്യങ്ങളോട് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇലക്ഷൻ നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷനുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് എത്രയാണ്? പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് 15,000 രൂപയാണ്. റിസർവ് ബാങ്കിലാണ് കെട്ടിവെക്കുന്നത്. റിസർവ് ബാങ്കിൽ കെട്ടിവെക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എംപിമാരുടെ ക്യാഷ് ഡെപ്പോസിറ്റ് എത്രയാണ്? 25,000 രൂപയാണ് അല്ലേ? ശരി, അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇലക്ഷനിലെ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടണമെങ്കിൽ സാധുവായ വോട്ടിന്റെ എത്ര ശതമാനം കിട്ടിയിരിക്കണം? 6-1 വോട്ട് കിട്ടിയിരിക്കണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സ്. 18 വയസ്സാക്കിയത് എപ്പോഴാണ്? 61 ഭരണഘടനാ ഭേദഗതി 1989 രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അങ്ങനെയാണ് ഇലക്ഷൻ്റെ പ്രായം 21 നിന്ന് 18 മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ 21 നിന്ന് 18 മാറ്റാൻ ഇലക്ഷൻ കമ്മീഷനിൽ 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾസിൽ ഏതിലാണ് ഭേദഗതി നടത്തിയത്? 326 ഭേദഗതി വരുത്തിയത്. 326 നേരത്തെ കിടന്ന 21 വയസ്സാണ്. ഇപ്പൊ അത് എത്ര വയസ്സാക്കി? 18 വയസ്സാക്കി മാറ്റി. 18 വയസ്സാക്കി
മാറ്റി. അതും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള? ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് എവിടെയാണ്? 1951-52 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത്. ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗി ആയിരുന്നു ആദ്യത്തെ വോട്ടർ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എത്ര ലോക്സഭാ ഇലക്ഷനാണ്? 18 ലോക്സഭാ ഇലക്ഷനാണ്. എത്ര നിയമസഭാ ഇലക്ഷനാണ്? 15 നിയമസഭാ ഇലക്ഷനാണ്. ഇതും ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് 25ാമത്തെ ഇലക്ഷൻ കമ്മീഷനാണെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനിൽ വന്നിട്ടുള്ള മലയാളി ആരാണ്? വനിത ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? ആ വക കാര്യങ്ങൾ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് KVK സുന്ദരം. രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് KVK സുന്ദരം എന്ന് പറയുന്നത്. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് KS രമാദേവി. രമാദേവി 16 ദിവസം, ഏറ്റവും കുറച്ചു കാലവും KS രമാദേവിയാണ് ഇരുന്നത്. ഈ മലയാളി ഒരാൾ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, TN ശേഷന്റെ കാലത്താണ് ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക വന്നത്. അതേപോലെ TN ശേഷന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. TN ശേഷന്റെ ആത്മകഥയാണ്. ഇനി നമുക്ക് ഇലക്ഷനുമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഇലക്ഷൻ, ഇന്ത്യയിലെ ഇലക്ഷനിൽ 3-4 ടേംസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് EVM, മറ്റൊന്നാണ് നോട്ട, പിന്നെ ഒന്നാണ് VVPAT. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് EVM. EVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നാണ് അർത്ഥം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. പണ്ട് നമുക്കറിയാം 1950 തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ പേപ്പർ ബാലറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. അത് പേപ്പറിൽ നമ്മളത് മാർക്ക് ചെയ്ത് പെട്ടിയിൽ നിക്ഷേപിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? സമയം, ഒരുപാട് സമയനഷ്ടമാണ്. ഇപ്പോൾ വോട്ട് എണ്ണാനായാലും ഉദ്യോഗസ്ഥർക്കായാലും നല്ല പാടുപെടും അവരിത് എണ്ണിത്തിട്ടപ്പെടുത്താനുമല്ല. അപ്പം ഇന്ന് ഇലക്ഷൻ റിസൾട്ട് എണ്ണി തുടങ്ങി നാളെ ആയിരിക്കും റിസൾട്ട് വരിക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് പരിസ്ഥിതിക്ക് പ്രശ്നമാണ്. ഈ പേപ്പറുകളെല്ലാം നശിപ്പിക്കേണ്ടതായിട്ടൊരു കാര്യം കൂടെ വരും. അപ്പോൾ ആ 2 പോയിന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയത്. അപ്പോൾ EVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ വടക്കൻ പറവൂർ മണ്ഡലത്തിലാണ്. എറണാകുളത്ത് വടക്കൻ പറവൂരിലാണ് ഉപയോഗിച്ചത്. 1982 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് EVM ഉപയോഗിച്ചത്. അതേസമയം EVM ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ഉപയോഗിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. ഗോവയിൽ 1999 അത് ഉപയോഗിച്ചത്. ഇനി അതിനുശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ, രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് EVM ഉപയോഗിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2004 തെരഞ്ഞെടുപ്പിലാണ്. 2004 തെരഞ്ഞെടുപ്പിൽ മൊത്തം ഇന്ത്യയിൽ ഉപയോഗിച്ചു. അങ്ങനെ 2004 മൊത്തം ഇന്ത്യയിൽ ഉപയോഗിച്ച് EVM. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം EVM ആണ്. ഇനി നമ്മൾ മുമ്പോട്ട് വരുമ്പോഴാണ് നോട്ട. നോട്ട എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി എബോവ് എന്നാണ് അർത്ഥം. അപ്പോൾ നോട്ടയിൽ ഒരു സിമ്പൽ ഉണ്ട്. അതായത് ഒരു പേപ്പർ ബാലറ്റ് എടുത്ത് വെച്ചിട്ട് ഡയഗണലായിട്ട് X മാർക്ക് ക്രോസ് ചെയ്യും. ഇങ്ങനെ വരും, ഒരു X മാർക്ക് ക്രോസ് ചെയ്യുന്നതാണ് നോട്ട. അപ്പോൾ നോട്ട എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദി എബോവ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 സ്ഥാനാർത്ഥികളൊരു തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകി. അതിൽ 11ാമതായിട്ട് കാണുന്നതാണ് നോട്ട. അതായത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാളിന് മുകളിൽ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെയും വേണ്ട, ഞങ്ങൾക്ക് ഈ താല്പര്യമില്ല, ഈ ഒരു സ്ഥാനാർത്ഥിയും താല്പര്യമില്ല, ഞങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് നോട്ടയെ കുറിച്ച് പറയാനുള്ളത്. നോട്ട ആദ്യമായി നിലവിൽ വന്നത് ഫ്രാൻസിലാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് നോട്ട നിലവിൽ വരുന്നത് ബംഗ്ലാദേശിലാണ്. 2013 സെപ്റ്റംബർ 27 നോട്ട ഇന്ത്യയിൽ നിലവിൽ വന്നു. നോട്ടയുടെ ചിഹ്നം വന്നത് 2017 സെപ്റ്റംബർ 18 നോട്ടയുടെ ചിഹ്നം ഇന്ത്യയിൽ വന്നത്. ശരി. ഇനി VVPATനെ കുറിച്ച് പറയും. VVPAT എന്ന് പറഞ്ഞാൽ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് VVPAT. VVPAT എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്നു. ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ബട്ടണിൽ അമർത്തുന്നു, ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് വീഴുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് വീഴുന്നതെന്ന് നമുക്കറിയാൻ മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയത്? VVPAT എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോട് തൊട്ടടുത്ത് തന്നെ ഒരു ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അതിൻ്റെ ആ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അവിടെ തെളിഞ്ഞു വരും.
അപ്പോൾ നമ്മൾ ചെയ്ത വോട്ട് അദ്ദേഹത്തിന് തന്നെയാണ് കിട്ടിയതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് വി വി പാറ്റ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇത് എത്ര സെക്കൻഡാണ് കാണാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ 7 സെക്കൻഡാണ്. 7 സെക്കൻഡാണ് വി വി പാറ്റ് ദൃശ്യമാവുക നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം. അപ്പം ഇനി വി വി പാറ്റ് ആദ്യമായിട്ട് എന്നാണ് വന്നത്? വി വി പാറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 2013 2013 എവിടെയാണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിലാണ്. നാഗാലാൻഡിലെ നോക്സൺ മണ്ഡലത്തിൽ. ശേഷം മുന്നോട്ട് വരുമ്പോൾ വി വി പാറ്റ് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയ പൊതു തെരഞ്ഞെടുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വി വി പാറ്റ് ഇന്ത്യയിൽ മൊത്തം നടപ്പിലാക്കിയത്. ഇനി നമുക്ക് ഈ കേവല ഭൂരിപക്ഷം എന്ന ആശയം നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ്? കേവല ഭൂരിപക്ഷം എന്ന ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ശരി, അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് FPTP. FPTP, അതായത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 100 വോട്ടാണ് ഒരിടത്ത് പോൾ ചെയ്തെന്ന് വയ്ക്കുക. 100 വോട്ട് പോൾ ചെയ്തു. 3 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 3 പേര് പങ്കെടുത്തു, തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. ഒരാളിന് 40 വോട്ട് കിട്ടി, രണ്ടാമത്തെ ആളിന് 35 വോട്ട് കിട്ടി, മൂന്നാമത്തെ ആളിന് 25 വോട്ട് കിട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ആക്കാണോ കിട്ടിയത് അദ്ദേഹം ജയിക്കും. അപ്പോൾ ഇവിടെ 40 വോട്ട് കിട്ടിയ ആൾ വിജയിക്കുകയും ചെയ്യും. പക്ഷേ 51 വോട്ട് വേണമെന്ന് നിർബന്ധമില്ല. അതായത് ആകെ പോൾ ചെയ്യുന്നതിന്റെ പകുതിയിൽ +1 വോട്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏറ്റവും കൂടുതൽ കിട്ടിയ ആള് സ്ഥാനാർത്ഥിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ജയിക്കും. അതാണ് FPTP. ഓക്കെ, ശരി. ഇനി നമുക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. ശരി, ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വോട്ടവകാശമുണ്ടോ? ഇല്ല, വോട്ടവകാശം ഇല്ല. ഇല്ല. ഒരു ആൾക്ക് വോട്ടവകാശം കിട്ടാൻ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മുടെ രാജ്യത്ത് മിനിമം അയാൾ എത്ര കാലം ഒരു മണ്ഡലത്തിൽ സ്ഥലത്ത് താമസിക്കണം? 6 മാസം താമസിച്ചിരിക്കണം. 6 മാസം താമസിച്ചിരിക്കണം. ഈ ഇലക്ഷൻ പ്രചരണം അവസാനിക്കുന്നത് 48 മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം. ഈ 48 മണിക്കൂർ എന്ന് പറയുന്നത് ഇലക്ഷൻ തുടങ്ങിയ 48 മണിക്കൂറാണ്, ഇലക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂർ. ഇലക്ഷൻ അവസാനിക്കുന്നതിന് മുമ്പുള്ള 48 മണിക്കൂർ. 48 മണിക്കൂറാണ്. ശരിയല്ലേ? അതെ, ശരി. ഒരാൾക്ക് എത്ര പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കാം? 2 പാർലമെന്റ് മണ്ഡലങ്ങളിൽ പരമാവധി മത്സരിക്കാം. രണ്ടിടത്ത്. ഇലക്ഷന്റെ പിന്നീട് റിഫോംസ് വരാൻ വേണ്ടി ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട്, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. 1990 ഇലക്ഷന്റെ റിഫോംസിനെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എന്റെ സുഹൃത്തുക്കൾ ഓർമ്മിച്ചു വയ്ക്കണം. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താ കാര്യങ്ങൾ എന്താ പറയാനുള്ളത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ വന്നത് 1950 ജനുവരി 25 ജനുവരി 25 വോട്ടേഴ്സ് ദിനം. അങ്ങനെയാണെങ്കിൽ 2024 വോട്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്വം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഇതായിരുന്നു 2024. 2023 ചോദിച്ചാലും 2024 ചോദിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഇതായിരുന്നു, ജനുവരി 25 പ്രമേയം. പിന്നെ ഇനി നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ആർട്ടിക്കിളുകൾ പറഞ്ഞു. 324 മുതൽ 329 വരെയാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അതിനകത്ത് 324 ഇന്ത്യക്കൊരു ഇലക്ഷൻ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് 324. അതുപോലെ തന്നെയാണ് കോഡ് ഓഫ് കണ്ടക്ട്, മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് പറയുന്നത് 324. പിന്നെ 325 പറയുമ്പോഴാണ് ജാതി മത ലിംഗഭേദമന്യേ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 325. അതേസമയം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിലവിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ 326. 326 നിലവിലെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ 18 വയസ്സാണ് പ്രായം. 61 ഭരണഘടനാ ഭേദഗതി 1989 പ്രകാരമാണ് 21 വയസ്സിൽ നിന്ന് 18 ചുരുക്കിയത്. മറ്റൊന്ന്, ഇലക്ഷന് ശുപാർശ ചെയ്യുന്ന ആരാണ്? ഇലക്ഷന് ശുപാർശ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ നടത്തുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്തിലെ നോട്ടിഫിക്കേഷൻ നടത്തുന്ന ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്കാണ് ഗവർണറാണ് നോട്ടിഫിക്കേഷൻ നടത്തുന്നത്. റെക്കമെൻഡ് ചെയ്യുന്ന ആര് തന്നെയാണ്? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പക്ഷെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് ഓർമ്മിച്ചു വെക്കണം. ഇനി ഇതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താ പറയാനുള്ളത്?
ഇനി സിമ്പിൾ അനുവദിക്കുന്നത് നിങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യയിൽ എത്ര ദേശീയ പാർട്ടികളുണ്ട്? ഇന്ത്യയിൽ ആകെ 6 ദേശീയ പാർട്ടികളാണ് നിലവിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി BJP. ശരി. അടയാളം ചോദിച്ചാൽ താമര അടയാളം. BJPയുടെ നിലവിലെ ദേശീയ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ JP നദ്ദ. അദ്ദേഹം മന്ത്രി കൂടി. അതെ, അദ്ദേഹം നിലവിൽ ആരോഗ്യ കുടുംബകാര്യ മന്ത്രി കൂടിയാണ്. ആരോഗ്യം കുടുംബകാര്യം. അവിടെ വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. രാജ്യസഭയുടെ ഭരണകക്ഷി നേതാവ് ആരെന്ന് ചോദിച്ചാലും അത് JP നദ്ദയാണ്. രാജ്യസഭയുടെ ലീഡർ. അതെ, രാജ്യസഭയുടെ ലീഡർ ആരെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ. ഇനി രണ്ടാമത്തെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടയാളം ചോദിച്ചു കഴിഞ്ഞാൽ കൈപ്പത്തി, കൈയാണ് അടയാളം. ഇനി നിലവിലെ ദേശീയ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മല്ലികാർജുൻ ഖാർഗെ. ഇലക്ഷനിൽ തോൽപ്പിച്ചത് ശശി തരൂരിനെ. അല്ലേ? അതെ, കർണാടകയാണ്. ശശി തരൂർ നിലവിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭ MP ആണെന്നുകൂടി ഓർത്തു വയ്ക്കുക. മാത്രമല്ല അദ്ദേഹം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ആണ്. അതെ, മല്ലികാർജുൻ ഖാർഗെ അതും പ്രധാനപ്പെട്ട രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. അടുത്ത് നമുക്ക് ദേശീയ പാർട്ടി 3ലേക്ക് പോവാം. ഇപ്പൊ BJP ആയി, കോൺഗ്രസ് ആയി. മൂന്നാമത്തെ ദേശീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPIM. അടയാളം ചോദിച്ചു കഴിഞ്ഞാല് അരിവാൾ ചുറ്റിക നക്ഷത്രം. നിലവിലെ ജനറൽ സെക്രട്ടറിയാണ് പ്രകാശ് കാരാട്ട്. ആക്ടിംഗ് ആണ്. ശ്രീ സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്നാണ് നിലവിൽ പ്രകാശ് കാരാട്ട് ആ സ്ഥാനത്ത് തുടരുന്നത് ആക്ടിംഗ് ആയിട്ട്. ഇനി നാലാമത്തെ ദേശീയ പാർട്ടിയാണ് NPP, നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് NPP. അതിന്റെ അടയാളം ചോദിച്ചാൽ ബുക്കാണ് അടയാളം. പുസ്തകം പറയാം. അതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ കോൺറാഡ് സാക്മയാണ്. മേഘാലയയിലെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാക്മ. അഞ്ചാമത്തെ ദേശീയ പാർട്ടിയാണ് BSP, ബഹുജൻ സമാജ് പാർട്ടി. അടയാളം ചോദിച്ചാൽ ആനയാണ് അടയാളം. അധ്യക്ഷ ചോദിച്ചാൽ മായാവതി. ഇനി ആറാമത്തെ ദേശീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അടയാളം ചോദിച്ചാൽ ചൂൽ അടയാളം. അധ്യക്ഷൻ ചോദിച്ചാൽ അരവിന്ദ് കെജ്രിവാളാണ്. അതേസമയം ഡൽഹിയിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. ലെനിനും മാർക്സും ചേർന്ന പേര് നൽകിയതാണ് മർലേന. ചേർത്താണ് മർലേന നൽകിയത്. അതെ, മർലേന എന്നുള്ള പേര് നൽകിയത്. ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടെയാണ് അതിഷി മർലേന. സുഷമ സ്വരാജ്. രണ്ടാമത്താണ് ഷീല ദീക്ഷിത്. അതിഷി മർലേന. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ പല പ്രാവശ്യം വേദി പറഞ്ഞതാണ്. റിപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ്. ഇലക്ഷൻ കമ്മീഷനിൽ ദേശീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ഈ അംഗീകാരത്തിന് 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. പറയാമോ കണ്ടീഷൻസ്? ഒന്നെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് 2% സീറ്റ്, അതായത് 11 സീറ്റെങ്കിലും നേടിയിരിക്കണം. അതായത് 543 സീറ്റിന്റെ 2% സീറ്റ് ഈ പാർട്ടിക്ക് ലഭിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഏകദേശം 11 സീറ്റ് ലഭിച്ചാൽ ആ പാർട്ടി ദേശീയ പാർട്ടിയാണ് പരിഗണിക്കപ്പെടും. ശരി. രണ്ടാമത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരിക്കണം. എങ്കിൽ ആ പാർട്ടി ദേശീയ പാർട്ടിയായിട്ട് മാറും. ഇനി തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിലോ നിയമസഭാ ഇലക്ഷനിലോ 4 സ്റ്റേറ്റുകളിൽ നിന്ന്, മനസ്സിലായല്ലോ, 4 സ്റ്റേറ്റുകളിൽ നിന്ന് 6% വോട്ട് 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ ആ പാർട്ടിക്ക് ദേശീയ പാർട്ടിയാകാം. ഇന്ത്യ മുഴുവൻ ഒരു അടയാളത്തിൽ മത്സരിക്കുകയും ചെയ്യാം. ശരിയല്ലേ? ഇന്ത്യയിലെ ലോക്സഭാ സീറ്റിൽ ലോക്സഭയിലേക്ക് എത്ര മണ്ഡലങ്ങളാണുള്ളത്? 543. ഏറ്റവും ലോക്സഭാ സീറ്റ് ഉള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ എത്ര ലോക്സഭാ സീറ്റ്? 20 ലോക്സഭാ സീറ്റിൽ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ചതാരാ? നിലവിൽ രാഹുൽ ഗാന്ധി ആണെന്ന് പറയാം. വയനാട് മണ്ഡലത്തിൽ നിന്നാണ്, പക്ഷെ അദ്ദേഹം രാജിവെച്ചു. ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അടൂർ പ്രകാശാണ്. ആറ്റിങ്ങൽ മണ്ഡലമാണ്. 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അടൂർ പ്രകാശ്. അതെ. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എതിരില്ലാതെ ഒരാളെ തെരഞ്ഞെടുത്തല്ലോ. അതെ, മുകേഷ് ദലാൽ സൂറത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. വേറെ എന്തെങ്കിലും ഇതുപോലെ ബന്ധപ്പെട്ട് പറയാനുണ്ടോ? പിന്നെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആളാണ് ശങ്കർ ലാൽവാനി.
ശങ്കർ ലാൽവാനി. മണ്ഡലം ചോദിച്ചാൽ ഇൻഡോർ ആണ്. ഇൻഡോർ മണ്ഡലം മധ്യപ്രദേശിലാണ് ഇൻഡോർ. അവിടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തെത്തിയത് നോട്ടയാണ്. രണ്ടാമത് എത്തിയ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ടയാണ്. സംഭവമാണ്. താല്പര്യമില്ല, വേറെ കാൻഡിഡേറ്റ്സിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് അവിടെ കാണിച്ചത്. അതുകൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് നോട്ടയാണ്. ഇനി ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാരെന്ന് ചോദിച്ചാൽ രവീന്ദ്ര വായ്ക്കർ ആണ്. രവീന്ദ്ര വായ്ക്കർ മഹാരാഷ്ട്ര എന്നുള്ള ഒരു MP ആണ് അദ്ദേഹം. ശരി ശരി ശരി. വേറെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്താണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ആർട്ടിക്കിൾ ഏതാണ്? അതിന്റെ ആർട്ടിക്കിൾ 243K-യും 243ZD-യും. 243K ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം വന്നതാ? 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഏത് ഷെഡ്യൂൾ പ്രകാരം? 11 ഷെഡ്യൂൾ പ്രകാരം. ഇനി 200 മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലോ 74ാം ഭരണഘടനാ ഭേദഗതി ഇല്ലേ? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് സംസ്ഥാന എ ഷാജഹാൻ. ഏഴാമത്തെ വ്യക്തിയാണ് എ ഷാജഹാൻ. അദ്ദേഹം ഇലക്ഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചല്ലോ. പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ. ഇത്രയും ചേർന്ന് 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ആര് ഇലക്ഷൻ നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഷാജഹാന്റെ നേതൃത്വത്തിൽ. ഇവിടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഒറ്റ അംഗ ഇലക്ഷൻ കമ്മീഷനാണ്. ഒരംഗം മാത്രമേ ഉള്ളൂ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243K-യും ആർട്ടിക്കിൾ 243ZD-യും. അതിൽ ആർട്ടിക്കിൾ 243K വരുന്നത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരവും ആർട്ടിക്കിൾ 243ZD വരുന്നത് 74ാം ഭരണഘടനാ ഭേദഗതി നഗരപാലികയ്ക്ക് വേണ്ടി ചേർത്ത ഭേദഗതി പ്രകാരവുമാണ് വരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കുകയാണ്. ഈ 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഷെഡ്യൂൾ 11 കൂട്ടിച്ചേർത്തു. ആ 11 ഷെഡ്യൂൾ പ്രകാരം പഞ്ചായത്തുകൾക്ക് കൈമാറിയ വിഷയങ്ങൾ എത്ര? 29 വിഷയങ്ങളാണ് കൈമാറിയത്. അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയങ്ങൾ 18 വിഷയങ്ങൾ. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. വേറെ ഇനി നമ്മൾ പറഞ്ഞു 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ വന്നു. അതേസമയം ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരത്തിലെത്തിയതെന്നു ചോദിച്ചാൽ അത് 21 മാർച്ച് 1950-നാണ്. 21 മാർച്ച് 1950 സുകുമാർ സെൻ ആണ്. അദ്ദേഹമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് 3 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത്? 1950 ഏകാംഗ കമ്മീഷനായിരുന്നു. 1989 ഭേദഗതി കഴിഞ്ഞ് 1990 3 അംഗ കമ്മീഷനായി. പിന്നെ 1991 പിന്നെ ഏകാംഗ കമ്മീഷനായി. 1993 3 അംഗ കമ്മീഷൻ സ്ഥിരമായിട്ട് 3 അംഗ കമ്മീഷനായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ 1989 എന്തുകൊണ്ടായി 3 അംഗമായത്? 61ാം ഭേദഗതി വന്നപ്പോഴത്തേക്കും 18 വയസ്സാക്കി കുറച്ചു. അപ്പൊ ഇത്രയും വോട്ടേഴ്സിന്റെ എണ്ണം വളരെ കൂടി. വോട്ടേഴ്സിന്റെ എണ്ണം വളരെ കൂടി. വർക്ക്ലോഡ് കൂടി. അപ്പൊ ഒരു കമ്മീഷണർ പോരാ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? 3 അംഗ കമ്മീഷനാക്കി മാറ്റിയത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലേ? ശരി. ഇനി നമുക്ക് ഇലക്ഷൻ നടത്തുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രസിഡന്റ് ഇലക്ഷനകത്ത് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ കൂടി 2 ഇലക്ഷനും ഇലക്ടറൽ കോളേജ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ പ്രസിഡന്റ് ഇലക്ഷന്റെ ഇലക്ടറൽ കോളേജ് ഏതൊക്കെയാണ്? പ്രസിഡന്റ് ഇലക്ഷന്റെ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത് ലോക്സഭയിലെ അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുത്ത അംഗങ്ങൾ, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുത്ത അംഗങ്ങൾ, നിയമസഭയിലെ അംഗങ്ങൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നോമിനേഷൻ ഉള്ളത് ഇപ്പൊ രാജ്യസഭയിൽ മാത്രമേ 12 പേരുള്ളൂ അല്ലേ? പിന്നെ നമുക്ക് അതിന് പ്രസക്തി ഇല്ല. അത് ശരിയല്ലേ യഥാർത്ഥത്തിൽ? അപ്പോ പിന്നെ പ്രസിഡന്റ് ഇലക്ഷന്റെ ഇനി വൈസ് പ്രസിഡന്റ് ഇലക്ഷനോ? വൈസ് പ്രസിഡന്റ് ഇലക്ഷന്റെ ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത് ലോക്സഭയിലെ അംഗങ്ങളും രാജ്യസഭയിലെ അംഗങ്ങളുമാണ്. അത് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. അപ്പൊ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ രാജ്യസഭയുടെ
ചെയർമാൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. അത് 5 വർഷമായത് അത് പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം രാജ്യസഭയിൽ അംഗമല്ല. രാജ്യസഭയിലെ അംഗമല്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ, രാജ്യസഭയുടെ ഉപാധ്യക്ഷന്റെ കാലാവധി 6 വർഷമാണ്. അതിന്റെ കാരണം ഹരിവംശ് നാരായൺ സിംഗ്. അദ്ദേഹത്തിന് എത്ര വർഷം വരെ തുടരാം? 6 വർഷം തുടരാം. 6 വർഷം വരെ തുടരാം. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് 1 മാസം വിദേശത്തേക്ക് പോയി. ഒരു സാങ്കല്പിക ക്വസ്റ്റ്യനാണ്. 1 മാസത്തേക്ക് വിദേശത്തേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രസിഡന്റ് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസവും. അപ്പോൾ ആര് പ്രസിഡന്റ് ആകും? ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കും. അപ്പോൾ ഈ കാലയളവിൽ രാജ്യസഭയുടെ സമ്മേളനം വന്നാൽ അതിൽ അധ്യക്ഷൻ ആരായിരിക്കും? അതിൽ അധ്യക്ഷൻ ഉപാധ്യക്ഷനായിരിക്കും. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിരിക്കും. ഈ പിന്നീട് വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ ശമ്പളവും ആനുകൂല്യങ്ങളും പ്രസിഡന്റിൻ്റെത് കിട്ടൂല. ആ ശമ്പളവും ആനുകൂല്യങ്ങളും ഉപരാഷ്ട്രപതിയുടേതേ കിട്ടുള്ളൂ. അതും ഒന്ന് വ്യക്തമായി ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. എന്താ? അതെ. അപ്പോൾ രാഷ്ട്രപതിക്ക് പകരം ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ആകുന്ന സമയത്ത്, രാഷ്ട്രപതി ചുമതല നിർവഹിക്കുന്ന സമയത്ത് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ശമ്പളം ലഭിക്കില്ല. അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിയുടെ ശമ്പളം തന്നെ ലഭിക്കുള്ളൂ. അങ്ങനെയാണ് വി ഗിരി ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതിയായിട്ട് താൽക്കാലികമായിട്ട് ചുമതല വഹിച്ചത്. ശരിയല്ലേ? അത് വി ഗിരിയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് വി ഗിരി വ്യക്തിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ശരി. അപ്പോ രാഷ്ട്രപതിയുടെ വയസ്സ് എത്രയാണ്? 35 വയസ്സ്. ഉപരാഷ്ട്രപതി 35. പ്രധാനമന്ത്രി 25. മുഖ്യമന്ത്രി 25. പിന്നെ രാജ്യസഭ അംഗമാകാനുള്ള വയസ്സ് 30. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകാനുള്ള വയസ്സ് 30 പഞ്ചായത്ത് മെമ്പറാകാനുള്ള വയസ്സ് 21. പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള വയസ്സ് 21. പിന്നെ പോക്സോ നിയമത്തിലെ വയസ്സ് എത്രയാണ്? 18. ബാലവേലയുടെ വയസ്സ് എത്രയാണ്? 14. എത്ര വയസ്സ് വരെ ഉള്ളവർക്കാണ് മദ്യം വാങ്ങാനുള്ള അവകാശമുള്ളത്? 23 മുകളിലോട്ടുള്ളവർ. അത് അങ്ങനെയാണെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള വയസ്സ് എത്രയാണ്? 18 വയസ്സ്. എത്ര വയസ്സാണ്? 18 വയസ്സാണ്. ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ അടിസ്ഥാനപരമായി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ രാജ്യസഭയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് രാജ്യസഭ ഒരു പെർമനന്റ് സഭയാണെന്ന് പറഞ്ഞു അല്ലേ? പെർമനന്റ് സഭ എന്ന് പറയാനുള്ള കാരണം അതിലെ 3/1 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷവും പോയി പകരം അംഗങ്ങൾ വന്നു ചേരുന്നു. അതുകൊണ്ട് രാജ്യസഭയിൽ സ്ഥിരം സഭയാണ്. ഇപ്പൊ രാജ്യസഭയിൽ 245 പേരാണ്. കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ വ്യക്തി സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കർ. ശരി. സർദാർ കെ എം പണിക്കരെ കുറിച്ച് 2 പോയിന്റ് സംസാരിക്കാം. സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശിരാജയെ കുറിച്ച് കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ കെ എം പണിക്കരാണ്. അതുപോലെ തന്നെ രണ്ട് ചൈനയിൽ എന്ന കൃതിയും സർദാർ കെ എം പണിക്കരുടേതാണ്. പറങ്കിപ്പടയാളികൾ സർദാർ കെ എം പണിക്കർ. അതുപോലെ തന്നെ 1953 ഫസൽ അലി കമ്മീഷനിലുണ്ടായിരുന്ന മലയാളിയായ അംഗവും സർദാർ കെ എം പണിക്കരായിരുന്നു. അതേപോലെ തന്നെ 1956 രൂപീകരിച്ച സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനും സർദാർ കെ എം പണിക്കരായിരുന്നു. ശരി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ ഞങ്ങൾ സംസാരിച്ചത് ഏവർക്കും അറിവുള്ള കാര്യമായിരിക്കും. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾ എഴുതുക. ഇത് വളരെ ഉപയോഗപ്രദമായിരുന്നു, നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി അഭിപ്രായങ്ങൾ എഴുതണം. ഞങ്ങളിനി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എഴുതാം. എന്താ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും.